എവരിവൺ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും ഫസ്റ്റ് തന്നെ ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ജനുവരി 1 ഞാൻ എണീറ്റുള്ളൂ. ഇനിയിപ്പോൾ ഇന്നത്തെ നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് ഫോർ എന്തെങ്കിലും എടുക്കാം. So let's start our vlogging journey of 2026 today. ഹായ് ഗൈസ്, ഞാൻ കുളിച്ചൊക്കെ വന്നു. ഇനി നമുക്ക് വിളക്കൊക്കെ വെച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാം കേട്ടോ. ഞാൻ ഒന്ന് എൻ്റെ മുഖത്തുള്ള പരിപാടിയൊക്കെ ഒന്ന് ചെയ്യട്ടെ. ഒന്നുമില്ല, ജസ്റ്റ് മോയ്സ്ചറൈസർ മാത്രമുണ്ട്, വലിയ പൊട്ടിയടിയൊന്നുമില്ല. ശരി, നമ്മൾ വിളക്കൊക്കെ വെച്ചു. ഇനിയിപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് പോവാണ്. ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മെയിനായിട്ട് ഇന്ന് ഉണ്ടാക്കുന്നില്ല, ഉണ്ടാക്കിയ സാധനം ചൂടാക്കുക. ആലു പൊറോട്ട, ഹൽദിറാമിൻ്റെ ആലു പൊറോട്ടയാണ്. ഇത് നമ്മൾ കുറേ വട്ടം ട്രൈ ചെയ്ത സാധനമാണ്. അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. ഇത് 1-4 പീസായിട്ട് വരും. ആൻഡ് പെട്ടെന്നൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഇടയ്ക്ക് ചില പരിപാടികളൊക്കെ നടത്തുന്നു. അത് ദോശ ഉണ്ടാക്കാനാണ് വിചാരിച്ചത്, പക്ഷേ ആലു പറാട്ട ചൂടാക്കും. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞു. എൻ്റെ ഇപ്പോൾ എന്താ പറയുക, ഏട്ടന് നൈറ്റ് ഷിഫ്റ്റാണ്. അപ്പോൾ എന്താ പറയുക, രാവിലെ മേടിച്ചിട്ട് വന്നാണ്. നമ്മുടെ എന്തൊക്കെ കഴിഞ്ഞു, എന്താ പറയുക, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനി എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ മോസ്റ്റ് എക്സൈറ്റിംഗ് പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഇന്ന് സ്ട്രേഞ്ചർ തിങ്സ് സീരീസിൻ്റെ ഫിനാലെ ഇറങ്ങി 4 മണിക്ക് ഇറങ്ങി പുലർച്ചെ. അപ്പം അത് കാണണം. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് പോകാൻ പോണത്. ഓക്കെ, അതിനുശേഷം ബാക്കി പരിപാടി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. പിന്നെ ഇത് നമ്മുടെ പുതിയ ഫ്രെയിം, നമ്മൾ ക്രിസ്മസിൻ്റെ അന്ന് എടുത്ത ഫോട്ടോ ആണ്. അപ്പം ഞാൻ ഫ്രെയിമാക്കി, എനിക്കത് ഭയങ്കര ഇഷ്ടമായി. നമ്മളത് ഫ്രെയിമാക്കി. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാം. ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ. ഹാപ്പി ന്യൂ ഇയർ എവരിവൺ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകണം അടുത്ത പരിപാടി? സ്ട്രേഞ്ചർ തിങ്സ് ആണ്, ഫൈനൽ പാർട്ടാണ്. ശരി ശരി, അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് നീ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കാണാം. ഹലോ, അപ്പം ഞാനിപ്പോൾ ഡയറക്റ്റ് ഈവനിങ് ആണ് ഷൂട്ട് ചെയ്യണത്. ഏകദേശം 6:20 നമ്മളൊന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നുമില്ല, ചുമ്മാ ഒന്ന് കറങ്ങി വരാമെന്ന് വെച്ചിട്ട്. എവിടേക്കാണ് പോകണമെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. ഇറങ്ങും, മെട്രോ കയറും, എവിടെ ഇറങ്ങാൻ തോന്നുന്നു അവിടെ ഇറങ്ങും. ഓക്കെ, പിന്നെ ട്രീ ഒന്നും നമ്മൾ അയച്ചിട്ടില്ല കേട്ടോ. ഇപ്പം നാളെ വേണം അത് അയക്കാൻ. ഓക്കെ, പിന്നെ റെഡിയൊക്കെ ആയ ശേഷം കാണാം. എന്നിട്ട് നോക്കാം നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. നമ്മൾ റെഡിയായി. വെളിയിൽ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്.
ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ പോകേണ്ടത് സൂക്ക് ആക്കിഫിലേക്കാണ്. കുറേ ആയി സൂക്ക് ആക്കിഫ് പോയിട്ട്. നമ്മളിപ്പോൾ കുറേ ആയില്ലേ പോയിട്ട്? എപ്പോഴോ പോയതാണ്, ഓർമ്മയൊന്നുമില്ല. ഈ റൂമിലേക്ക് വന്ന ശേഷം പോയിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ, അല്ലേ? ഈ റൂം വന്നിട്ട് നമ്മൾ പോയിട്ടുണ്ടോ? ഇല്ല എന്നാണ് എൻ്റെ ഓർമ്മ, അറിയില്ല. ഇനി നമ്മളിപ്പോൾ അങ്ങോട്ട് പോവാണ്. വേറെന്താ, നല്ല തണുപ്പുണ്ട്, അത്യാവശ്യം നല്ല കാറ്റുണ്ട് പുറത്തപ്പോൾ. നമ്മളിതിൻ്റെ ഉള്ളിൽ ഒരു ലൈക്കൊരു ഹൈനക്കല്ല, ഒരു സ്വെറ്റ് ഷർട്ട് പോലെ, അതിൻ്റെ മേലെ ഇത് ചൂടണം. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം നമ്മൾ ഇന്നലെ ഫയർ വർക്ക്സ് ഒന്നും കാണാനായിട്ട് പോയില്ല. കാരണം ഞാൻ രാത്രി ഇവിടെ ഒറ്റയ്ക്കായിരുന്നു, പിന്നെ പെട്ടെന്ന് നൈറ്റ് ഡ്യൂട്ടി. സോ ഇന്ന് എവിടെയെങ്കിലുമൊക്കെ ജസ്റ്റ് ഒന്ന് പോയി കറങ്ങിയിട്ട് വരികയെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. മെട്രോയിലാണ് പോണത്. മെട്രോ ഇതൊന്നും ഞാൻ കാണിക്കുന്നില്ല. നമ്മൾ ഇവിടെ നിന്ന് കാറിൽ പോകുന്നു, മെട്രോ സ്റ്റേഷൻ പോകുന്നു, അവിടെ പോയി അവിടെ ഇറങ്ങുന്നു, സൂക്കാക്കി ഇറങ്ങുന്നു. സൂക്കാക്കി നമ്മൾ ഇത് മാറി കയറേണ്ടി വരും അല്ലേ? മുഷറഫ് ഒരു സ്റ്റേഷൻ മാറി കയറേണ്ടി വരും. ഓക്കെ, അവിടെ അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. അവിടെ എന്തൊക്കെയാണ് പുതിയത് വല്ലതൊക്കെ ഉണ്ട് കാണിച്ചു തരാം. ഈ പഴയതാണ്, ഈ പഴയതൊക്കെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അവിടെ വെച്ച് കാണാം. വായി ഇത് നിങ്ങൾ ഇട്ടല്ലോ? ഇല്ല, ഇട്ടിട്ടില്ല ഇതുവരെ. അത് ഇട്ടിട്ട് പുതിയ ജാക്കറ്റ്, അത് ആ ഫോട്ടോയിൽ കണ്ട ജാക്കറ്റില്ല. ആ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ആ ജാക്കറ്റ് ഇട്ടാണ്. പക്ഷെ പുറത്ത് പോകുമ്പോൾ ഈ ജാക്കറ്റ് ആദ്യമായിട്ടായിരുന്നു. അവിടെ ഇത്തിരി അങ്ങോട്ട് തള്ളി നിൽക്കും, ഞാൻ നോക്കട്ടെ. നൈസ്, നന്നായിട്ട്. ഓ, നമ്മൾ രണ്ടുപേരും പച്ച. ഓ, അതാണ്. ഞാനും പച്ചയാണ്, ഞാനും പച്ച, വീട്ടിലും പച്ച. ഓക്കെ, ഞാൻ റെഡിയാവും വേഗം. സോ അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. വെളിയിൽ നമ്മൾ എന്താ പറയുക, കാറിന് വെയിറ്റ് ചെയ്യണം കേട്ടോ. സോ അത് ആ ബാക്കിൽ കാണുന്നതാണ് കേട്ടോ നമ്മുടെ റൂം. അങ്ങനെ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം സൂക്ക് വാക്കിഫിലേക്ക് എത്തി കേട്ടോ. കുറേ ആയി ഇങ്ങോട്ട് വന്നിട്ട്. പിന്നെ വിൻ്ററിൽ സൂക്ക് വാക്കിഫിലേക്ക് വരാൻ നല്ല രസമാണ് കേട്ടോ, നല്ലൊരു വൈബാണ്. കാരണം ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും, നല്ല രസമാണ് കാണാൻ. എൻ്റെ ഒരു ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഫ്രെയിമിൽ തന്നെ കാണുന്നതാണ്, ഫുള്ള് ലൈറ്റ്സ്, പിന്നെ ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓൾറെഡി ഞാൻ ഇതിൻ്റെ വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ടെങ്കിലും വിൻ്റർ ടൈമിലുള്ള ഒരു ഇത് നിങ്ങൾ കാണേണ്ട തന്നെയാണ് കേട്ടോ. ഇഷ്ടംപോലെ തിരക്കും ഉണ്ടാവും, നല്ല വൈബാണ്. ഓക്കെ, പിന്നെ ഈ ലൈറ്റ്സും എല്ലാം കൂടി അന്ന് ഞങ്ങൾ പോയ ടൈമിൽ നല്ല തിരക്കും ഉണ്ടായിരുന്നു. കാരണം ഒന്നാമത് ന്യൂ ഇയറിൻ്റെ ഡേ ആണ്, എല്ലാവരും ചില്ലാവാൻ ഇറങ്ങിയിരിക്കുകയാണല്ലോ. അങ്ങനെ അപ്പോൾ ഇത് സൂക്കാക്കിഫിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ആണ് കേട്ടോ. ആർട്ട് സെൻ്ററാണ്. ഇവിടെ ഇഷ്ടംപോലെ ആർട്ടിസ്റ്റ് അവിടെ ലൈവായി ഇരുന്ന് വരയ്ക്കുന്നുണ്ടാവും കേട്ടോ. പിന്നെ കുറേ പെയിൻറ്റിങ്സൊക്കെ ഇങ്ങനെ അവർ വെച്ചിട്ടുണ്ടാവും, കണ്ടില്ലേ? ഇതുപോലെ ഇരുന്ന് ലൈവായി അവർ പെയിൻറ്റൊക്കെ ചെയ്ത് തരും. അവർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെയിൻറ്റൊക്കെ ചെയ്ത് തരും. അങ്ങനത്തെ ഇതൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ ഇൻറ്റീരിയേഴ്സ് ആയാലും ആ ലൈറ്റ്സും കാര്യങ്ങളും നല്ലൊരു രസമാണ് കാണാൻ. എനിക്ക് ഈ സൂക്ക് വാക്കിഫിൽ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കയറാതെ ഞാൻ പോകാറില്ല. കാരണം ഓരോ വട്ടം വരുമ്പോഴും ഓരോ എന്താ പറയുക, പുതിയ പുതിയ വലുതൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പം അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ട് പുറത്തിറങ്ങിയത്. വിൻ്റർ ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ എല്ലാ റെസ്റ്റോറൻറ്റിൻ്റെ വെളിയിലും ഹീറ്റർ പോലെ ഇങ്ങനെ തീ പോലെ ഇങ്ങനെ കത്തിച്ച് വെച്ചിട്ടുണ്ടാവും കേട്ടോ. അത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. പിന്നെ അങ്ങനെ നമ്മൾ നടന്ന് സൂക്ക് വാക്കിഫിൻ്റെ സിനിമ മീൻസ് നോവോ സിനിമാസ് കഴിഞ്ഞാൽ തിയേറ്ററിൻ്റെ ഭാഗത്തേക്ക് എത്തി കേട്ടോ. ഇഷ്ടംപോലെ നടക്കാനുണ്ട് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ. കാരണം ഉള്ളിൽ കുറേ മാർക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഇതാണ് മാർക്കറ്റിൻ്റെ ഉള്ളിലുള്ള ഏരിയ. പല ഇതുണ്ട് കേട്ടോ, പല റൂട്ട്സ് ഉണ്ട് ഈ മാർക്കറ്റിൻ്റെ ഉള്ളിൽ. ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ വേറെ സ്ഥലത്തെത്തും, വേറെ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ വേറെ സ്ഥലത്ത്, അങ്ങനെയാണ് സൂക്ക് വാക്കിഫിൻ്റെ ഒരു ഇത്. ഇതും ഒരു റെസ്റ്റോറൻറ്റ്, പിന്നെ എന്താ പറയുക, വേറെയും കുറേ ഷോപ്സൊക്കെ ഉള്ള ഏരിയ ആണ്. പിന്നെ ഇതും ഒരു ഓപ്പൺ ഏരിയ ആണ്. ഇവിടെ ഇഷ്ടംപോലെ ഇങ്ങനെ വെൻഡേഴ്സും കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റിനായിട്ട് ഇങ്ങനെ ക്യാമൽ റൈഡ്,
കുട്ടികൾക്കായാലും പോണി റൈഡ് അങ്ങനത്തെ എന്താ കുറേ ഇങ്ങനെ ട്രെയിൻ കളിപ്പാട്ടം പോലത്തെ സംഭവമൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനത്തെ ഇഷ്ടംപോലെ എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു സ്റ്റോർ കണ്ടു. അവിടെ ഞാൻ കണ്ടൊരു സാധനമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ വാങ്ങിച്ചതൊന്നുമില്ല, പക്ഷേ നമുക്ക് ഈ ഗിഫ്റ്റ് കൊടുക്കാനും ഇതാവാനൊക്കെ നല്ലൊരു സാധനം കേട്ടോ. എന്താ സംഭവം എന്ന് വെച്ചാൽ ഒരു കോമ്പും ഒരു മിററിൻ്റെ സെറ്റാണ്. പക്ഷെ എൻ്റെ എന്താ പറയുക പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ക്രിയേറ്റിവിറ്റിയാണ്. കണ്ടില്ലേ, ഒരു പീകോക്കിൻ്റെ ഇതിലാണ് അവരത് ഉണ്ടാക്കിയിരിക്കുന്നത്. കാണാൻ നല്ല ഭംഗിയുണ്ട്. കാണാൻ അതിൻ്റെ കളർ കോമ്പിനേഷൻ ആയാലും എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇച്ചിരി കോസ്റ്റ്ലി ആയതുകൊണ്ട് ഞാൻ മേടിച്ചതൊന്നുമില്ല, ചുമ്മാ അങ്ങനെ നോക്കി. പിന്നെ ഏട്ടനപ്പുറത്ത് വേറെ കുറേ ഇങ്ങനത്തെ കുറേ ഷോ പീസ് പറ്റിയ സാധനങ്ങളൊക്കെ ഇങ്ങനെ ജസ്റ്റ് നോക്കിയായിരുന്നു. ഇഷ്ടംപോലെ സാധനം, ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ നമ്മൾ ഓൾറെഡി മേടിച്ചിട്ടുള്ളതാണ്. അത് കാരണം നമ്മൾ അതൊന്നും മേടിക്കാൻ നിന്നില്ല. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഈ സ്റ്റോറിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട്, അത് പുറത്തുള്ള ഭാഗമായിരുന്നു. ഉള്ളിൽ കയറിയപ്പോൾ അതിനേക്കാൾ ഇഷ്ടംപോലെ സാധനങ്ങൾ ഉള്ളിലുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ എന്തും വാങ്ങാൻ തോന്നും. അതുമാതിരിയാണ് അവരവിടെ അതിന് ഷോക്കേസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. ഓക്കെ, ഇത് ഇവിടുത്തെ നാഷണൽ അനിമലാണ് തോന്നുന്നു, ഓറിക്സോ അങ്ങനെ എന്തോ പറയും അതിന്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഉള്ളിലുള്ള ഒരിത്. പിന്നെ നമ്മൾ അവിടുന്ന് ഒരു ഇത് വാങ്ങിച്ചു, ഫ്രിഡ്ജ് മാഗ്നറ്റ്. അതിനുശേഷം നമ്മൾ പിന്നെയും ഫ്രണ്ടിൽ അവിടേക്ക് എത്തിയിട്ടോ. പിന്നെ സൂക്ക് വാക്കിഫിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ കഴിക്കേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഈ കുനാഫയാണ്. ഭയങ്കര ഫേമസ് ആണ്. ഇത് കുറേ നേരം ലൈനിൽ നിന്നിട്ടാണ് കേട്ടോ നമുക്ക് കിട്ടിയത്. അപ്പോൾ അതൊക്കെ കഴിച്ച് ടയേർഡായി നടന്ന് അങ്ങനെ നമ്മൾ തിരിച്ച് വണ്ടി ഓടിച്ച് റൂമിലേക്ക് പോയിട്ടോ. കാരണം കുറേ നടന്നു. അങ്ങനെ നമ്മൾ ലാസ്റ്റ് റൂമിലെത്തി. അതൊക്കെയായിരുന്നു ഇന്നത്തെ. അതിൻ്റെ നമ്മൾ വീടെത്തി. ഇത് നമ്മൾ അവിടുന്ന് വാങ്ങിച്ച ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റാണ്. ഖത്തറിൽ ഇരുന്നിട്ട് 2 വർഷമായി. ഖത്തറിലെ ഫ്രിഡ്ജ് മാഗ്നറ്റ് ഇതുവരെ നമ്മൾ മേടിച്ചിട്ടില്ല. ഇപ്പം എന്തായാലും നമുക്കിത് അവിടെ തൂക്കാത്രേ അവിടെ വയ്ക്കാം. ടയേർഡായി സത്യം പറഞ്ഞാൽ, നടന്ന് മതിയായി. കാണിച്ചു തരാം. ഓക്കെ, ഇത്രയുണ്ട്. ഇവിടെ കൊച്ചിനുണ്ട്, അൽമാട്ടിയുണ്ട്. അത്ര ആയിട്ടുള്ളൂ. ഇനിയും വരും കുറേ അല്ലേ. നമ്മൾ ഖത്തറിൻ്റെ അവിടെ വെക്കണം അവിടെ ഇരുന്നോട്ടെ അല്ലേ. ഇതൊക്കെ ഖത്തറിലെ പ്ലേസസ് ആണ് കേട്ടോ. ഇതിലൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട് അല്ലേ. കട്ടാറ, ലുസൈൽ, ഓൾ ദോഹ പോർട്ട്, സൂക്ക് വാക്കിഫ് എന്നാണ് ഇപ്പോൾ വന്ന്. ഇത് പിന്നെ ക്രിസ്മസിന് വെച്ചാൽ ഇതിപ്പോൾ എടുത്ത് മാറ്റും. ഇത്രയൊക്കെയാണ്. അപ്പോൾ അത്ര ഉണ്ടായിരുന്നല്ലോ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ ഉറങ്ങാൻ പോവാണ്, ടയേർഡായി. അപ്പോൾ എന്താ പറയാനുണ്ട്, അതൊക്കെ തന്നെ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ 1st ജാനുവരിയിലെ ഒരു ചെറിയ വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ആൻഡ് ഡു സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഏട്ടാ, ബൈ പറ. ബൈ പറയ്. ടയേർഡായി, അതാണ്. ഇനിയിപ്പോൾ നമ്മൾ ഉറങ്ങാൻ പോകും. ഓക്കെ, ബൈ.